KSFന്റെ എന്ന് പറയുന്നത് ഇപ്പോൾ CBIയുടെ സംഘം ഇത് ഒളിച്ചു കളി നടത്തിയിട്ടുണ്ട്. കാരണം ലോക്കൽ പോലീസിൻ്റെ ആ തയ്യാറാക്കിയ തട്ടിപ്പുകൾ, അതായത് തുടക്കം മുതൽ തന്നെ അവർ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് CBI പോലീസുകാർ നടത്തിയത്. അതിന് ഒത്താശ ചെയ്യുന്ന രൂപത്തിലും അതിൻ്റെ ഫയൽ വെച്ചിട്ടുള്ള അന്വേഷണമാണ് CBI ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ CBIയുടെ നീക്കം ദുരൂഹമാണ്. അവരുടെ നീക്കത്തിൽ അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എന്ന് പറഞ്ഞതിന് മുമ്പ് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ്. അവർ തന്നെയാണ് ഇപ്പോൾ അന്ന് പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ ഇപ്പോഴത്തെ ആവശ്യം എന്താ വെച്ചാൽ, ഇവർ നന്നായിട്ട് ഒത്തുകളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ CBIയുടെ വിങ്ങനെ മാറ്റിയിട്ട് പുതിയ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയൊരു അന്വേഷണ സംഘം അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് മാത്രമല്ല, ഈ കൊലപാതകമാണ് എന്ന് ആദ്യം ആരോപിച്ചത് SKSF ആണ്. കൊലപാതകമാണ് കാസിയുടെ എന്നത് ആദ്യം പത്രസമ്മേളനം വിളിച്ച് ആരോപിച്ചത് SKSFിന്റെ നേതാക്കന്മാരാണ്. ഈ ആരോപിച്ച SKSFിന്റെ നേതാക്കന്മാരോട് പോലും ഒരു പ്രാവശ്യമെങ്കിലും കാര്യങ്ങൾ ചോദിക്കാതെയാണ്, വിശദീകരണം ചോദിക്കാതെയാണ് ഈ റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ CBI ആരെയാണ് ഭയപ്പെടുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. SKSFിന്റെ നേതാക്കന്മാരോട് പോലും കൊലപാതകമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ SKSFിന്റെ നേതാക്കന്മാരോട് പോലും ഒരു വിശദീകരണം ചോദിക്കാതെ ഈ CBI ആരെയാണ് ഭയപ്പെടുന്നത് എന്നാണ് SKSFിന് ചോദിക്കാനുള്ളത്. മാത്രമല്ല, ഈ CBI ലോക്കൽ പോലീസ് എഴുതി വെച്ച റിപ്പോർട്ടുകൾക്ക് അനുസൃതമായിട്ടുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടാണ് CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് വ്യാജമാണെന്നും ഇത് പൂർത്തിയല്ല, ഇത് അപൂർവമാണെന്നുമാണ് ഞങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന മുൻ DYSP ഒത്തുകളിച്ചതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് CBI സമർപ്പിച്ചിട്ടുള്ളത്. ഈ CBIയുടെ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമല്ല. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിച്ചുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇവിടുത്തെ CBIയും അതുപോലെ തന്നെ ഇവിടുത്തെ മേലെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും തയ്യാറാവണമെന്നാണ് SKSFിന് പറയാനുള്ളത്. ഇബ്രാഹിം ഫൈസി ജഡിയാർ, SKSFിന്റെ ജില്ലാ പ്രസിഡന്റ്. SKSF ജില്ലാ ജനറൽ സെക്രട്ടറി. പിന്നെ അതേപോലെ തന്നെ സാധാരണ ഒരു അജ്ഞാത ജഡമുണ്ടായാൽ കടപ്പുറത്ത് കിട്ടിയാൽ വരെ പോലീസ് സാധാരണ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ചെയ്തിട്ടില്ല. ഇത് ഫിംഗർ പ്രിന്റ് എടുത്തിട്ടില്ല. അതേപോലെ തന്നെ പോലീസ് നായനെ കൊടുന്നിട്ടില്ല. അതേപോലെ തന്നെ പൂട്ടി എന്ന് പറയുന്ന പൂട്ടിൻ്റെ ഫിംഗർ പ്രിന്റ് എടുത്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ ധൃതിപ്പെട്ടിട്ട് അവരും അതേപോലെ തന്നെ അതിൻ്റെ തലേ ദിവസം, ഈ മരിച്ചതിൻ്റെ തലേ ദിവസം അവിടെ ഒരു കാറ് വന്നിനെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. അവിടെ വൈദ്യുതി ഈ സമയത്ത് പോയിരുന്ന ഇതിനെക്കുറിച്ചൊന്നും അന്വേഷണം നടത്താതെ, പ്രത്യേകിച്ച് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ SKSF ഇത് ആരോപിച്ച SKSFിൻ്റെ ആളുകളെ ചോദ്യം ചെയ്യുകയോ, ഇത് ആദ്യം പത്രസമ്മേളനം നടത്തി പറഞ്ഞ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായിയാണ്. നാസർ ഫൈസി കൂടത്തായി പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെയാണ് ബാക്കി എല്ലാവരും കൊലപാതകം പറഞ്ഞിട്ടുണ്ട്. നാസർ ഫൈസീനെ അടക്കമുള്ള SKSFിൻ്റെ ഒരാളെയും ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളതോ, അതേപോലെ തന്നെ ഈ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം വരെ നടത്തിയിട്ടില്ല. ഇത് ഹബീബ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ആത്മഹത്യ എന്നുള്ള രൂപത്തിലേക്ക് ഞാൻ ഈ കേസിനെ എത്തിക്കുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബ് റഹ്മാൻ ഇതിൻ്റെ പിന്നിൽ ഒത്തുകളിക്കുന്നുണ്ടെന്നുള്ള വളരെ വ്യക്തമാണ്. ഹബീബ് റഹ്മാന്റെ ഒത്താശ കൂടി CBI അന്വേഷണത്തിലുള്ള കാര്യം സംശയം.